എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു നൈറ്റി. അതിനുവേണ്ടി ഞാൻ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ തുണി, 46 ഇഞ്ച് വിഡ്ത്തുണ്ട്. അതിന് സെൽവേജ് ടു സെൽവേജ് മടക്കിയിട്ട് വീണ്ടും വട്ടം ഒന്നുകൂടി മടക്കി. അപ്പോൾ 2 ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ വേസ്റ്റ് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 21 ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്യുന്നു. അതിന് ഇതുപോലെ ഒരു ലൈൻ ആക്കുന്നു. ഇത് നല്ല ബോഡി ഷേപ്പിലായിരിക്കും നമ്മൾ തയ്ക്കുന്നത്. ഷോൾഡർ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഷോൾഡർ ഞാൻ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും 1 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒരു ലൈനായിട്ട് മാറ്റുന്നു. ആം ഹോൾ ഞാൻ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ മാർക്ക് ചെയ്യുന്നു. ആം ഹോൾ ഡെപ്ത്ത് 7 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. അത് ബസ്റ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഇനി ബസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഞാൻ 9 ഇഞ്ചാണ്. അതായത് 34 ഇഞ്ചാണ് ആക്ച്വൽ ബസ്റ്റ് മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഈസ് ആഡ് ചെയ്തു. 36 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇടുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലൂസായിരിക്കും ഡ്രസ്സ്. പിന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു. ഹിപ്പ് മെഷർമെൻറ്റും എല്ലാം ഞാൻ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആണ് എക്സ്ട്രാ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ ഹാഫ് എടുത്തു ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ചിട്ട് ബസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് പോയിൻറ്റും ഷോൾഡർ തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൈ കൊണ്ട് ആ ഫാബ്രിക്കിൻ്റെ ഫുൾ വിഡ്ത്ത് എടുത്ത് ഇതുപോലെ ഷേപ്പ് കൊടുത്ത് താഴേക്ക് ഞാൻ വരയ്ക്കുന്നു. ടോട്ടൽ ലെങ്ത്ത് ഞാൻ 50 ഇഞ്ചസാണ് എടുക്കുന്നത്. ആ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ച് പൊക്കത്തിലേക്ക് മാർക്ക് ചെയ്ത് ഒന്ന് വളച്ചാണ് അടിയിൽ വശം കട്ട് ചെയ്യുന്നത്. അതായത് സൈഡ് വശം കൂർത്തിരിക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അതെങ്ങനെ ഷാർപ്പായിട്ടുള്ള കോർണറായിരിക്കും. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഹിപ്പ് പോയിൻറ്റ് വേസ്റ്റ് പോയിൻറ്റിലൊക്കെ നോച്ചസ് കൊടുക്കാൻ മറക്കാൻ പാടില്ല. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്കിന് ഒരു 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ. ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആം ഹോൾ മെഷർ ചെയ്യുന്നു. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ആം ഹോൾ മെഷർ ചെയ്യുന്നു. ഇതെനിക്ക് 9.5 ഇഞ്ച് കിട്ടി. ഇനി അത് വെച്ചിട്ട് വേണം പേപ്പർ മാർക്ക് ചെയ്യാൻ. 2 പേപ്പർ മടക്കി 9.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. 3 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ലൈൻ ഇതുപോലെ വരയ്ക്കുന്നു. ഇത് സ്ലീവിന് അധികം നീളം ഞാൻ എടുക്കുന്നില്ല. ചെറിയ നീളം കുറഞ്ഞ സ്ലീവ് ആയിരിക്കും. നീളം വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ നീളമൊക്കെ വേണമെങ്കിൽ എടുക്കാം. അത് ഓരോ സ്റ്റൈലും ചെയ്യുന്നതനുസരിച്ചിരിക്കും. സ്ലീവ് ഓപ്പണിങ് മാർക്ക് ചെയ്യാം. ഇവിടെ സ്ലീവ് ഓപ്പണിങ്ങിന് വലിയ കാര്യമില്ല. കാരണം നമ്മൾ ഫുൾ വിഡ്ത്ത് എടുത്തായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിന് മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടി മിഡിൽ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്യുന്നു.
ഇതുപോലെ വരച്ച് സ്ലീവിനെ ആ ഫുൾ വിട്ട് ഞാൻ എടുക്കുവാണ്. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കൊച്ചു കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും ഈ സ്ലീവ്. ഞാൻ മിഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു. എന്നിട്ട് ആ പാറ്റേൺ മടക്കി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മുഴുവനോടെ വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷെ കാണിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫാബ്രിക്കിന് 2 പീസുണ്ട്. അതിനെ ഇതുപോലെ 2ആയിട്ട് നടുവെ മടക്കിയിട്ടു. എന്നിട്ട് ആ പാറ്റേൺ ഞാൻ പകുതിയാണ് വയ്ക്കുന്നത്. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് വേണം പാറ്റേൺ വയ്ക്കാനായിട്ട്. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക്. വളച്ചാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നോച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പോക്കറ്റ് ചെയ്യാൻ വേണ്ടി 9 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതി ഉള്ള ഒരു പേപ്പർ പീസ് എടുക്കുന്നു. അതിൻ്റെ സൈഡ് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. പാറ്റേൺ വെച്ചിട്ട് വെട്ടുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള പോക്കറ്റ് കിട്ടും. അതിൻ്റെ ഇതുപോലെ മടക്കി ഷേപ്പ് ചെയ്യുന്നു. ആ മടക്കിയ ഷേപ്പിൽ ഞാൻ ഒരു കാർഡ്ബോർഡും വെട്ടിയെടുക്കുന്നു. മടക്കി കഴിയുമ്പോഴുള്ള വലിപ്പത്തിലുള്ള ഒരു കാർഡ്ബോർഡും വെട്ടിയെടുക്കുന്നു. അതേ വലിപ്പത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ്. നമുക്ക് തുണിയിൽ ഈ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് മടക്കി അയൺ ചെയ്യാം. അപ്പം നല്ല വൃത്തിക്ക് നല്ല ഷേപ്പിലുള്ള പോക്കറ്റ് വരും. പിന്നെ കോർണേഴ്സൊക്കെ നല്ല വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ടാണ് പോക്കറ്റ് കട്ട് ചെയ്യുന്നത്. ലെങ്ത് വൈസ് ഗ്രൈൻഡാണ് ഞാൻ വയ്ക്കുന്നത്. അതായത് സെൽവേജിന് പാരലായിട്ട് അതുപോലെ വെച്ചിട്ട് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഈ പോക്കറ്റ് പീസിന് ഷേപ്പ് കൊടുക്കാം. അത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ഷേപ്പാക്കി കഴിയുമ്പോൾ തയ്ക്കാൻ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ നല്ല നീറ്റ് ഫിനിഷിങ് കിട്ടും.
സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ലേസ് ഉണ്ടെങ്കിൽ അത് അറ്റത്ത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇതൊരു ഗ്യാതേർഡ് സ്ലീവാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൈറ്റിയിൽ കാണിച്ച പോലെ തന്നെ 2 റോ സ്റ്റിച്ച് വിട്ട് കൂട്ടി ഒരു 3 ഒക്കെ ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ബോബിൻ ത്രെഡിൽ പിടിച്ച് ഇതുപോലെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുപോലെ നടുക്കുവശത്തേക്ക് ഇതുപോലെ വലിച്ച് ഗ്യാദർ ചെയ്യണം. നമ്മൾ നോച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് സ്ലീവ് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ നോച്ചും ഷോൾഡർ പോയിൻറ്റ് തമ്മിൽ മാച്ച് ചെയ്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് വേണം സ്ലീവിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് തയ്ക്കാം. നമ്മൾ 2 സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 2 ബോഡിയുടെ 2 പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വേസ്റ്റിൽ നിന്നും ഫ്രണ്ട് പീസിൻ്റെ വേസ്റ്റിൽ നിന്നും 4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. 2 സൈഡിൽ വേണമെങ്കിൽ അങ്ങനെ 2 സൈഡ് നമുക്ക് മാർക്ക് ചെയ്ത് ലെവൽ ചെയ്ത് പോക്കറ്റിനെ പിൻ ചെയ്തിട്ട് വേണം തയ്ക്കാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ എഴുതി അറിയിക്കണം. ഹാപ്പി സേവിങ്.